ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-171 വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ തകർന്നു വീണു. വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരും ഉൾപ്പെടെ 242 പേരുണ്ടായിരുന്നു. നിലവിൽ 171 പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ठंडा हो जाएगा तो पूरी निकल जाएगी. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അഹമ്മദാബാദിൽ നിന്ന് ഉച്ചയ്ക്ക് 1:39 വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. പറന്നുയർന്ന ഉടൻ തന്നെ പൈലറ്റ് അപായ സിഗ്നൽ എയർ ട്രാഫിക് കൺട്രോളിന് നൽകിയതായാണ് വിവരം. പിന്നീട് പൈലറ്റുമാരെ ബന്ധപ്പെടാൻ സാധിച്ചില്ല. വിമാനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചെന്നാണ് ഡയറക്ടറേറ്റ് जनरल ऑफ सिविल एविएशन അറിയിക്കുന്നത്. यहाँ पे जो ऑफिस से बाहर निकला तो मैंने देखा कि आवाज़ जोर से आवाज़ आया विंग्स का, फिर पूरा धुआं भर गया. लोग यहाँ से भगदड़ मची. उसके बाद आके देख रहे थे ये हादसा की स्थिति. अच्छा, तो आप यहाँ पर पहले आए तो आपने क्या देखा? आए पे आने के बाद देखा कि पूरा मलबा बिखरा हुआ, आग लगी है, पूरा धुआं गुब्बारा है, कुछ भी दिखाई नहीं दे रहे, समझ में नहीं आ पा रहा था क्या है. उसके बाद पता चला कि ये विंग्स गिरा हुआ है, फ्लाइट वो किया, और फिर प्रशासन ने चारों तरफ से घेर लिया. बहुत दुखद है जिसका वर्णन नहीं किया जा सकता है. भगवान सभी की आत्मा को शांति दे. गुजरात के सभी तंत्र यहाँ लगे हुए हैं उनकी व्यवस्था में, लेकिन इससे ज़्यादा कुछ इस समय बोलने की स्थिति नहीं है. അഹമ്മദാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപമുള്ള മെഖാനി നഗറിലെ ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ക്യാപ്റ്റൻ സുമീത് സബർവാൾ, ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. ലൈൻ ട്രെയിനിംഗ് ക്യാപ്റ്റനായ സബർവാളിന് 8200 മണിക്കൂർ വിമാനം പറത്തി പരിചയ സമ്പത്തുണ്ട്. ക്ലൈവിന് 1100 മണിക്കൂർ വിമാനം പറത്തി പരിചയമുണ്ട്. വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൂർണ്ണമായും നിറച്ചിരുന്നു. യന്ത്രത്തകരാറാണ് അപകട കാരണമെന്നാണ് നിഗമനം. അട്ടിമറി സാധ്യതയും പരിശോധിക്കും. അപകടത്തെ തുടർന്ന് അഹമ്മദാബാദിൽ നിന്നുള്ള 5 എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി. അപകടത്തിൽപ്പെട്ട് മരിച്ച യാത്രക്കാരുടെ പട്ടികയിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുമുണ്ട്. ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. വിമാനാപകടം ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ സമയത്ത് തന്റെ ചിന്തകൾ ദുരന്തം ബാധിച്ചവരുടെ കൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.